ഇന്ത്യയുടെ വേനൽക്കാല തലസ്ഥാനമായിരുന്ന ഷിംലയിലേക്കുള്ള ട്രെയിനാണ്, ടോയ് ട്രെയിനാണ്. മീറ്റർ ഗേജ് ട്രെയിൻ, ഹിമാലയൻ ഖീൻ ട്രെയിനിലാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത് 11:55. അപ്പോൾ ഞാൻ ഈ ട്രെയിനിൽ നിന്ന് യാത്ര മുഴുവനായിട്ട് നമുക്കിന്ന് ഈ ട്രെയിനിൽ യാത്ര ചെയ്ത് കാണാം. സന്തോഷകരമായ ഒരു യാത്ര നമുക്കിന്ന് ആസ്വദിക്കാം. ഏതായാലും ഈ യാത്ര കഴിഞ്ഞ വിശേഷങ്ങൾ അപ്പോൾ ഈ ട്രെയിനിലുള്ള യാത്ര തുടങ്ങി. കുറച്ചാൾ ഇന്ന് കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ട് കൂടുതൽ ആളുകളില്ല ഈ ട്രെയിനിൽ. പൊതുവെ ഇന്ന് മറ്റ് മാസങ്ങളോളം കാത്തിരിക്കുന്ന ഒരു ടിക്കറ്റ് കിട്ടണമെങ്കിൽ. അപ്പോൾ ഇന്ന് സന്തോഷകരമായ യാത്രയാണ്. വളരെ കാലമായി, ഞാൻ 22 വർഷം മുമ്പ് ഈ ട്രെയിനിൽ സഞ്ചരിച്ചതാണ്. പിന്നീട് ഒന്ന് യാത്ര ചെയ്യാനുള്ള ആഗ്രഹം പലപ്പോഴും ഉണ്ട്. ഈ ഹെറിറ്റേജ് ട്രെയിനിലൊന്ന് യാത്ര ചെയ്യാൻ. സമുദ്രനിരപ്പിൽ നിന്ന് 655 മീറ്റർ ഉയരത്തിലുള്ള കൽക്കയിൽ നിന്ന് 2076 മീറ്റർ ഉയരത്തിലുള്ള ഷിംലയിലേക്കുള്ള മനോഹരമായ യാത്രയുടെ തുടക്കമാണ്. 2008 യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഈ റെയിൽവേ പാത കേവലം ഒരു ഗതാഗത മാർഗമല്ല, മറിച്ച് മനുഷ്യൻ്റെ ഇച്ഛാശക്തിയുടെയും എഞ്ചിനീയറിംഗ് മികവിൻ്റെയും അടയാളമായി അവ ഇന്നും തുടരുന്നു. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയുടെ വേനൽക്കാല തലസ്ഥാനമായിരുന്ന ഷിംലയെ പുറം ലോകവുമായി ബന്ധിപ്പിക്കാനാണ് 1898 ഈ പാതയുടെ നിർമ്മാണം ആരംഭിച്ചത്. 1903 നവംബർ 9 വൈസ്രോയി ലോർഡ് കഴ്സൺ ഇത് ഉദ്ഘാടനം ചെയ്തു. ഇതിൻ്റെ 2 അടി 6 ഇഞ്ച് വീതിയുള്ള നാരോ ഗേജ് പാതയാണ് കൽക്ക ഷിംല റെയിൽവേ പാത. 102 തുരങ്കങ്ങൾ, 864 പാലങ്ങൾ, 919 വളവുകൾ, അങ്ങനെ സംഭവ ബഹുലമാണ് ഈ റെയിൽപാത. കമ്പ്യൂട്ടറുകളോ മറ്റ് സംവിധാനങ്ങളോ ഇല്ലാതിരുന്ന കാലത്ത് ഈ തുരങ്കങ്ങളൊക്കെ എങ്ങനെ നിർമ്മിച്ചു എന്നുള്ളത് ഇന്നും ഒരു അത്ഭുതമാണ്. കല്ലുകൾ അടുക്കി വെച്ച് നിർമ്മിച്ച പുരാതനമായ മൾട്ടി ആർച്ച് പാലങ്ങളുടെ ദൃശ്യങ്ങൾ നമ്മുടെ ട്രെയിൻ ഇതാ കൂകിപ്പാഞ്ഞ് മലമുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ ഓരോ നിമിഷവും പുതിയ പുതിയ തുരങ്കങ്ങൾ, പുതിയ പുതിയ പാലങ്ങൾ, ആർച്ച് പാലങ്ങൾ, വളവുകൾ, തിരിവുകൾ, കുത്തനെയുള്ള കയറ്റങ്ങൾ. അങ്ങനെ ഈ ട്രെയിൻ പതുക്കെ ഹിമാലയൻ കുന്നിന് മുകളിലുള്ള ഷിംലയിലേക്ക് സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഒരു പാമ്പ് ഇഴഞ്ഞു പോകുന്നത് പോലെ ട്രെയിൻ പതുക്കെ മുകളിലേക്ക് കയറി ഏതാണ്ട് 1800 അടി ഉയരത്തിലേക്ക് കയറിപ്പോവുകയാണ്. വർഷം പിന്നിട്ടിരിക്കുന്ന, അതായത് 1903 കമ്മീഷൻ ചെയ്ത ബ്രിട്ടീഷുകാരുടെ വേനൽക്കാല തലസ്ഥാനമായിരുന്ന ഷിംലയിലേക്കുള്ള കൽക്കയിൽ നിന്നുള്ള ഹിൽ ട്രെയിനാണ്, അതായത് ടോയ് ട്രെയിൻ എന്ന് വിളിക്കുന്ന ഈ ട്രെയിനിൽ 4.5 മണിക്കൂർ എടുത്തിട്ടാണ് ധാരാളം പാലങ്ങൾ, അതേപോലെ തുരങ്കങ്ങൾ, വളവുകൾ, 100 കണക്കിന് പാലങ്ങൾ, നദികളെയൊക്കെ ക്രോസ് ചെയ്തുകൊണ്ട് പോകുന്ന ഈ കുന്നിൻ മുകളിലേക്ക് പോകുന്ന ഈ മനോഹരമായ മീറ്റർ ഗേജ് ട്രെയിനിലാണ്, റെയിൽവേയിലൂടെ കടന്നു പോവുകയാണ് മലൻ്റെ മുകളിലേക്ക്.
പൈൻ മരങ്ങളും ദേവദാരു വൃക്ഷങ്ങളും നിറഞ്ഞ കാടുകളിലൂടെ കുത്തനെയുള്ള മലഞ്ചെരുവുകളിലൂടെ ട്രെയിൻ ഇഴഞ്ഞു നീങ്ങുകയാണ്. 22 മുതൽ 25 കിലോമീറ്റർ വരെയാണ് ശരാശരി വേഗത. ഇത് യാത്രക്കാർക്ക് ഹിമാലയത്തിൻ്റെ സൗന്ദര്യം പൂർണ്ണമായും ആസ്വദിക്കാൻ അവസരം നൽകുന്നു. മനോഹരമായ പച്ചപ്പ് നിറഞ്ഞ ഇടയ്ക്കിടെ മഴ പെയ്യുന്നത് കാരണം കാലാവസ്ഥ വ്യതിയാനമുണ്ട്. എന്നാലും റെയിൽവേക്ക് കാര്യമായ കേടുപാടുകളില്ല. താഴെക്കൂടെ റോഡ് പോകുന്നു. നെറുകുത്തനെ മുകളിലൂടെയാണ് ട്രെയിൻ പോകുന്നത്. ഹൈവേ പല സ്ഥലത്തും തടസ്സപ്പെട്ടിട്ടും ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ഈ റെയിൽ പാതയ്ക്ക് കാര്യമായ കേടുപാടുകളില്ല എന്ന് പറഞ്ഞല്ലോ. ഇപ്പോഴും കാര്യമായ ഇതേപോലെയുള്ള ആർച്ച് പാലങ്ങളാണ്. നിരന്തരമായ ആർച്ചുകൾ നിർമ്മിച്ചുകൊണ്ട് ചെറിയ നോക്കൂ, മനോഹരമായ കുന്നിൻ ചെരിവുകൾ. മറുഭാഗത്ത് ഹൈവേ കാണാം. ഹിമാലയൻ കുന്നുകൾ, ഷിംല കുന്നുകളെയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇനിയും സഞ്ചരിക്കാനുണ്ട്. നല്ല അരുവികൾ, പൈൻ മരങ്ങൾ, ദേവദാരു വൃക്ഷങ്ങൾ, പുൽമേടുകൾ എന്നിവ കടന്നുകൊണ്ട് ട്രെയിൻ മുകളിലോട്ട് സഞ്ചരിക്കുകയാണ്. സാവകാശം 25 കിലോമീറ്റർ വേഗതയിലാണ് സഞ്ചരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് നമുക്ക് കാഴ്ചകൾ വളരെ മനോഹരമായി ആസ്വദിക്കാൻ സാധിക്കുന്നു.
ഹിമാചൽ പ്രദേശിലെ മിക്ക റോഡുകളും ഒഴുകിപ്പോയിരിക്കുന്നു. ഗതാഗതം സ്തംഭിച്ചിട്ടുണ്ട്. പക്ഷേ ഈ റെയിൽ ഗതാഗതം അപ്പോഴും മുടക്കം കൂടാതെ നടന്നുകൊണ്ടിരിക്കും. ഈ പാതയിലെ ഏറ്റവും നീളമേറിയ തുരങ്കമാണ് ബറോഗ്. 1.1 കിലോമീറ്റർ നീളമുള്ള ഈ തുരങ്കത്തിന് പിന്നിൽ ഒരു കണ്ണീർ കഥയുണ്ട്. എഞ്ചിനീയറായ കേണൽ ബറോഗിന് തുരങ്കത്തിൻ്റെ രണ്ടറ്റങ്ങളും കൃത്യമായി യോജിപ്പിക്കാൻ കഴിയാത്തതിനെ തുടർന്ന് ഉണ്ടായ അപമാനത്താൽ അദ്ദേഹം ആത്മഹത്യ ചെയ്തു കളഞ്ഞു. പിന്നീട് ബാബ ഭൽക്കു എന്ന പ്രാദേശിക നാടോടി തൻ്റെ കൈവടി കൊണ്ട് മലയിൽ തട്ടി ശബ്ദം കേട്ട് ദിശ കാണിച്ചു കൊടുക്കുകയും തുരങ്കം പൂർത്തിയാക്കാൻ സഹായിക്കുകയും ചെയ്തു. ഇന്നും അദ്ദേഹത്തോടുള്ള ബഹുമാന സൂചകമായി ഷിംലയിൽ ഒരു മ്യൂസിയം നിലവിലുണ്ട്. ട്രെയിൻ പതുക്കെ ഷിംല സ്റ്റേഷനിലേക്ക് അടുക്കുകയാണ്. ഇതാ നമ്മൾ 2000-ഓളം അടി ഉയരത്തിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. സമുദ്രനിരപ്പിനേക്കാൾ 2000, അതായത് 1500 അടി ഉയരത്തിലേക്കാണ് ഈ ട്രെയിൻ കയറി വന്നിരിക്കുന്നത്. ഷിംല പട്ടണം ഇതാ മഞ്ഞ് പുതച്ച് കിടക്കുകയാണ്. മഴ പെയ്തതുകൊണ്ടുള്ള ചെറിയ പ്രകൃതി പ്രയാസങ്ങളുണ്ട്. ഇതാ നമ്മുടെ ട്രെയിൻ ഏതാണ്ട് ഷിംല പട്ടണത്തിലേക്ക്, ഷിംല റെയിൽവേ സ്റ്റേഷനിലേക്ക് കടക്കുകയാണ്. ഷിംല റെയിൽവേ സ്റ്റേഷനിലാണ്. കൂടുതൽ കാഴ്ചകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണണം, ഷെയർ ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യണം. കൂടുതൽ വീഡിയോകൾ വരും ദിവസങ്ങളിൽ പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാം. എല്ലാവരും ഷെയർ ചെയ്യണം. നന്ദി, നമസ്കാരം.